സൂപ്പർ. അനക്ക ബ്യൂട്ടിഫുൾ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായി ഇരുന്നൊക്കെ പാടിയിട്ട്? ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കാലുവേദനിക്കില്ല. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. അനക്ക സർ നന്നായിട്ട് പാടി അനക്ക. താങ്ക് യു സർ. എനിക്ക് എടുത്തു പറയേണ്ടത് അനക്കയുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി ഭയങ്കര ഓഡിബിൾ ആണ്. നല്ല രസമുണ്ടായിരുന്നു പാടുന്നത്. കാരണം ഇപ്പം ടോണൊക്കെ നല്ല കണ്ടീഷൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഉഗ്രമാണ്. പിന്നെ സതീഷ് ഭായി ഡിസൈൻ ചെയ്ത പോലെ തന്നെ അൺപ്ലഗ്ഡ് എന്ന് പറയുമ്പം ഫുൾ ആംബിയൻസ്. കാരണം നമ്മൾ കാണുന്ന അൺപ്ലഗ് സെഷൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പൊ അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു റൗണ്ട്, അതിന് വലിയൊരു കയ്യിൽ സതീഷ് ഭായിക്ക് നന്നായിട്ട് തന്നെ പാടി. വളരെ എനിക്ക് ആകെ തോന്നിയത് മറ്റേ പൊന്നോമൽ ആ എൻഡ് ലൈനില്ലേ, ഈ വരുന്നതിന് തൊട്ട് മുന്നത്തത്
അത് നേരത്തെ പാടിയപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സബ്സിക്വന്റ് ലൈൻ വരുന്നില്ലേ, അടുത്ത പൊന്നോമൽ വരുന്നില്ലേ, അത് നന്നായിട്ട് പാടി. അത് രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ഒരു റൗണ്ടിന് ചേരുന്ന നല്ല രസമുള്ളൊരു പെർഫോമൻസ്. ഓക്കെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. മഞ്ജരി ചേച്ചി. അനക്ക സുന്ദരി ആസ്വദിച്ചിരുന്ന് പാടിയല്ലേ ഇന്ന്? ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ നോക്കുക ആദ്യം മ്യൂസിക് തുടങ്ങുമ്പോഴൊക്കെ അനക്ക തന്നെ ആസ്വദിക്കുകയാണ്. ചെയറിലിരുന്നിട്ട് നമുക്ക് സത്യം പറഞ്ഞാലേ ഇങ്ങനൊരു ചെയറിലിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് മൂവ് ചെയ്ത് പോവും. ഓട്ടോമാറ്റിക്കലി അത് രസമുണ്ടായിരുന്നു. മോള് വളരെ കൂളായിരുന്നു എന്നുള്ളത് ഫീൽ ചെയ്തു. ഇതിൽ അസാധ്യമായിരുന്നു നമ്മുടെ ഓർക്കസ്ട്ര. സ്പെഷ്യലി ഇങ്ങനെ ഒരു അൺപ്ലഗ്ഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് ഓർക്കസ്ട്രയ്ക്ക് ഒരുപാട് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല കൂടെയാണ്. അപ്പോൾ നമ്മൾ പല വേദികളിലും ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അൺപ്ലഗ്ഡിൽ ഇവർ അതിമനോഹരമായിട്ട് വായിക്കുന്ന കേൾക്കാം. അപ്പോൾ ഇന്ന് ശരിക്കും കുട്ടികൾക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെ, ഫ്ലൂട്ട് പറയാതിരിക്കാൻ വയ്യ, അതിമനോഹരായിരുന്നു. അപ്പൊ ഇതില് മോള പാടിയതിനകത്തുള്ള ഒരു പോയിന്റ് ഷാൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും നോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ പാടിയപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയി. ഇതില് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വോയിസിന്റെ ക്ലാരിറ്റി കുറച്ച് കൂടുതൽ പുറത്തു വരും. ഓർക്കസ്ട്രേഷൻ എന്ന് പറയുമ്പം അതൊരു ബാക്കിംഗ്, വളരെ ലൈറ്റ് ബാക്കിംഗ്. എനിക്ക് തോന്നി ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഷിവറിങ് വരുന്നുണ്ട്. അതൊന്ന് മോൾ കൺട്രോൾ ചെയ്യണം, വോയിസിൻ്റെ ഒരു ഷിവറിങ്. പിന്നെ ഇപ്പം തന്നെ പാടിച്ച ആ ഭാഗം അത് തീരെ പ്ലെയിൻ ആയിട്ടാണ് മോള് പാടിയത്. കുറച്ചുകൂടി അവിടെ അതിനകത്ത് ആ ലൈൻ ഒന്ന് മോള് പാടുക. വന്നു ഫിനിഷിങ്. അതില്ലേ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, കൂട്ടായി വന്നു വന്നു വന്നു. ഇപ്പോഴും അത് ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാനുണ്ടത്. അതേപോലെ ചില ഇതിൻ്റെ അകത്ത് മോള് കൊണ്ടുവന്ന ഇംപ്രൂവൈസേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിൽ കുറച്ചുകൂടി ഒരു ഇലാബറേറ്റ് ചെയ്യാൻ സ്കോപ്പ് കൂടുതലാണ് നമ്മുടെ അൺപ്ലഗ്ഡ് ചെയ്യുമ്പോഴത്തേക്ക്. കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ചില നോട്ട്സൊക്കെ വളരെ പ്ലെയിൻ ആയിട്ട് പോയില്ലേ, അതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒഴുക്കി വിടാമായിരുന്നു. അല്ലാതെ ഇറ്റ് വാസ് എ നൈസ് അറ്റംപ്റ്റ്. നന്നായി പാടി, മോളസലായിട്ട് തന്നെ പാടി. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിബ്രാറ്റോ ഒന്ന് ശ്രദ്ധിക്കുക. ചില സ്ഥലത്ത് അത് ഓവറായി പോകുന്നുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. അനക്കെ നല്ല പാട്ട്, നന്നായിട്ട് പാടി. അനക്ക നന്നായിട്ട് തന്നെ പാടി. പിന്നെ എനിക്ക് ആകെ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് അനക്കയ്ക്ക് കാലുവേദനയില്ല, ആ ചെയറുള്ളതുകൊണ്ട്. ഒരു വലിയ കാര്യം. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ. അപ്പൊ അതുപോലെ രാജേഷും മനോഹരമായിരുന്നു. കാര്യം വായിച്ചിട്ടുള്ള എല്ലാവരും ആ സ്ട്രിങ്സ് ആണെങ്കിൽ പോലും ഓവറാക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ കൂടെ ഉണ്ട് എങ്കിൽ കൂടില്ല എന്ന് പറയുന്ന ഒരു ലെവലിൽ അവർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി. എനിക്ക് ഈ വന്നുവാണ് പ്രധാനം. പിന്നെ അതിന് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണ്ടേ. ഇപ്പൊ നൂ ഓക്കെയാ കേട്ടോ. അതാണ് മഞ്ജരി പറഞ്ഞ കൂട്ടായി വന്നു എന്നാലും കൊച്ചിനെ കുത്തുന്ന പോലെ ഇരുന്നു കേട്ടോ. അപ്പൊ അത് ഒന്ന് മാറ്റി സൂചിപ്പിക്കുക. ശാരീരമല്ലേ. പക്ഷെ മൊത്തത്തിൽ പ്രസന്റേഷൻ നന്നായിരുന്നു. അവിടെ ഇരുന്ന് പാടിയതും ഒക്കെ എനിക്ക് കുറെ ഇഷ്ടമായി. അപ്പൊ അനക്കെ അത്രയൊക്കെ ഉള്ള അനക്ക ഇതൊക്കെ ഇംപ്രവൈസേഷൻ എന്നുള്ളത് നമുക്ക് അപ്പം തോന്നുന്നതും പാടാനക്ക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച് വെച്ചിട്ട് പാടുന്നതല്ല, നമുക്ക് അപ്പം തോന്നും ഇപ്പം എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ കുളമായി പോകും. അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ചിലപ്പോൾ നന്നാവും, വളരെ ബ്യൂട്ടിഫുൾ ആവും. അത് ഒന്നുകൂടെ പാടാൻ പറ്റാത്ത ലെവലിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് അങ്ങനാണ്. അപ്പം അത്രേ ഉള്ളൂ പാറും, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് വയ്ക്കാം. ചേച്ചി. അനക്കയ്ക്ക് ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. ശരത് സർ 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക. ഷാൻ മാത്രം ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 18. സൂപ്പർ. ഓക്കേടാ.